Hi students, welcome back to our online class. Okay, we discussed about financial analysis. Okay, in the previous video we discussed about financial analysis, its meaning, definition, and also the types of analysis, different types of financial analysis. Okay, so next we will discuss about procedures of financial analysis or steps in financial analysis. എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ വരുന്നത്. ഫസ്റ്റ് വൺ, റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവൈലബിൾ ഷുഡ് ബി റീ അറേഞ്ച്ഡ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീ അറേഞ്ച് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹെൽപ്പ് അനാലിസിസിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ടു ഗെറ്റ് മാക്സിമം ഇൻഫോർമേഷൻ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് റീ അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. തന്നിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീ അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് വൺ, കമ്പാരിസൺ. സോ ഇറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്, കമ്പാരിസൺ. ഫോർ ദിസ് പർപ്പസ് വി ഹാവ് ടു കളക്ട് ദി ഡാറ്റ ഓഫ് സെയിം കമ്പനി ഓഫ് ദി പാസ്റ്റ് പീരിയഡ്. കഴിഞ്ഞ വർഷത്തെ സെയിം കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കമ്പാരിസൺ ആണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡാറ്റ, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഡാറ്റാസ്, ഇയേഴ്സിലെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. തേർഡ് വൺ, അനാലിസിസ്. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, ദെൻ വി ഹാവ് ടു അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ നടത്തി അതിൽ നിന്നൊരു മീനിങ് എത്തുക. അപ്പോൾ സോ അനാലിസിസിൽ നമ്മൾ ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, ഇതെല്ലാം ടെക്നിക്സ് ഓഫ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ അനാലിസിസ് നമുക്ക് നടത്താം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, ഇൻ്റർപ്രിട്ടേഷൻ. സോ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ്. നമുക്ക് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് നമ്മൾ കണ്ടെത്തുന്നു. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് മുഖേന നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു. സോ ദ പ്രൊസീജിയേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഫസ്റ്റ് വൺ ഈസ് റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി റീ അറേഞ്ച്ഡ് ടു മേക്ക് meaningful information from this. And next step is comparison. Through comparison we have to for comparison we have to collect information of the same company from past details, past years. Then analysis. For analyzing the financial statements we have to use the techniques of trend analysis, ratio analysis, etc. Last one, interpretation. That is the finding of solutions or findings or conclusions from the analysis is drawn. It should be reported in the form of reports to the management. Next, methods or tools or techniques of financial analysis. ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ഒരുപാട് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ വാട്ട് ആർ ദി ടെക്നിക്സ്? ഫസ്റ്റ് വൺ, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ഡാറ്റ ഫോർ 2 or more years. The changes, that is increase or decrease in the financial data, are presented in absolute amount or in percentages. Comparative financial statements. Financial statements means balance sheet and also income statement. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ കമ്പാരിസൺ അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ 2 അതിലധികമോ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ആ സ്റ്റേറ്റ്മെൻറ്റിൽ 2 വർഷത്തെ നമ്മുടെ ഫിഗേഴ്സ് അത് നമ്മൾ കാണിക്കുന്നു. ദെൻ ആ ഫിഗേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം. ദെൻ ആ ചേഞ്ചസിൻ്റെ പെർസെൻറ്റേജ്, എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസ്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. സോ ഇറ്റ് ഷുഡ് ബി ഡെപ്പിക്റ്റഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നമ്മളിതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ദെൻ അതിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഫിഗേഴ്സ് എഴുതും. ദെൻ അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അത് കാണിക്കും. ദെൻ നെക്സ്റ്റ് പെർസെൻറ്റേജ്, ചേഞ്ചസ് ഇൻ പെർസെൻറ്റേജ് കാണിക്കും. അതേപോലെ തന്നെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. അതിലും 2 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സും ഈ വർഷത്തെ ഫിഗേഴ്സും നമ്മൾ കാണിക്കും. സെയിൽസ് ആയാലും കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഈ വർഷത്തെ സെയിൽസ് അങ്ങനെ കാണിക്കുന്നു. ദെൻ
അതിൻ്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ചേഞ്ചസ്, ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം, അത് നമ്മൾ കാണിക്കുന്നു. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പെർസെൻറ്റേജ് കൂടി കാണിക്കുന്നു. അതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഇസ് ടെക്നിക് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് these are the statement in which items are converted into percentage taking some common base. ഇവിടെ നമ്മൾ ഐറ്റംസിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റത്തിനെയും നമ്മൾ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ വി ഹാവ് ടു ടേക്ക് എ ബേസ് ഓഫ് സം അതർ ഐറ്റം. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആവാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആവാം. അവിടെയൊക്കെ നമ്മൾ ഓരോ ഐറ്റത്തിനെയും അതിൽ ഏതെങ്കിലും ഒരു മെയിൻ ഐറ്റം ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണിച്ചുകൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കുക. അതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓരോ ഐറ്റത്തിനെയും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ ഐറ്റത്തിനെയും നമ്മൾ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിക്കുന്നു. അതേപോലെ തന്നെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ ഓരോ അസറ്റിനെയും നമ്മൾ ടോട്ടൽ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിക്കും. ദെൻ ഓരോ ലയബിലിറ്റിനെയും നമ്മൾ ടോട്ടൽ ലയബിലിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ. തേർഡ് വൺ, ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് മീൻസ് ടെൻഡൻസി. It is analyzing the general tendency in each item of the financial statements on the basis of data of the base year. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റത്തിൻ്റെയും ടെൻഡൻസി കണക്കാക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഓരോ ഐറ്റത്തിലും എന്ത് വ്യത്യാസം വന്നു, അതാണ് ട്രെൻഡ് അനാലിസിസ്. ഓക്കെ. അപ്പോൾ അതിൽ ഒരു വർഷമാവാം, 2 വർഷമാവാം, 3 വർഷമാവാം, അങ്ങനെ ഒരുപാട് വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അനാലിസിസ് നടത്താൻ സാധിക്കും. ട്രെൻഡ് അനാലിസിസ്. Okay, so trend analysis means analyzing general tendency in each item of the financial statement on the basis of data of the base year. ഒരു ബേസ് ഇയർ ഇപ്പോൾ 1995 അപേക്ഷിച്ചിട്ട് 2020 എത്ര വ്യത്യാസം വന്നു, അല്ലെങ്കിൽ 2000 നോക്കിയിട്ട് 2020 എത്ര വ്യത്യാസം വന്നു, അങ്ങനെ അല്ലെങ്കിൽ 1990 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം, ഏത് വർഷം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വർഷം നമ്മൾ ബേസാക്കി എടുത്ത് നമ്മുടെ മറ്റുള്ള വർഷങ്ങളിൽ അത് എത്ര വ്യത്യാസം വന്നു, അതാണ് ട്രെൻഡ് പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നതാണ് ട്രെൻഡ് അനാലിസിസ്. നെക്സ്റ്റ്, റേഷ്യോ അനാലിസിസ്. Ratio analysis is also an important analysis. Ratio analysis helps to compare find out the relationship between different items in the balance sheet or financial statements, and it helps to analyze the solvency and liquidity position of the company. So ratio analysis വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ റിലേഷൻഷിപ്പാണ് നോക്കുക. ഫോർ എക്സാമ്പിൾ പറയുക, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തുകൊണ്ട് കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ, കമ്പനിയുടെ സോൾവൻസി പൊസിഷൻ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മുടെ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് റേഷ്യോ അനാലിസിസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ഉണ്ട്. സോ ഓരോ റേഷ്യോസും നമുക്ക് ഓരോ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. നെക്സ്റ്റ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared to show changes in asset, liabilities and owner's equity of a business between two balance sheet date. So it is also a comparison, that is, it also indicates the change occurred in the financial statement of a company, that is the sources of fund and uses of fund. It is a statement of showing sources and uses of fund. ഒരു കമ്പനിക്ക് ഫണ്ട് എവിടെ നിന്ന് വന്നു, ആ കമ്പനിക്ക് ഫണ്ട് എങ്ങനെയൊക്കെ പോയി എന്നതും, അതേപോലെ തന്നെ കമ്പനിയുടെ അസറ്റിലും ഇക്വിറ്റിയിലും ഒക്കെ വന്നിട്ടുള്ള ചേഞ്ചസ്, അതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. Cash flow statement is a statement showing inflows and outflow of cash. It's a statement of sources and uses of cash. Cash flow statement, അപ്പോൾ എന്നറിയാം ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. എവിടെ നിന്നാണ് നമുക്ക് ക്യാഷ് വരുന്നത്, എവിടേക്കാണ് ക്യാഷ് പോകുന്നത്, ദെൻ അതാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കാണിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, ഫണ്ട് ക്യാഷ് എങ്ങനെയൊക്കെ വന്നു,
ദെൻ അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് used in financial analysis. Okay, so we have to study detail about this technique, and first we have to start from here. First, comparative financial statement. It compare financial data for 2 or more years. We already discussed it compared financial data for 2 or more years. The changes in the financial data are presented in absolute amounts and percentages, and it can be prepared for both income statement and also for balance sheet. നമ്മൾ ചേഞ്ചസ് ഇതിൽ നമ്മൾ വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ അതിലധികം വർഷങ്ങളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഒന്നിലധികം വർഷങ്ങളിലെ ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഡാറ്റയിൽ വരുന്ന മാറ്റങ്ങൾ അത് പെർസെൻറ്റേജ് ആയിട്ടും ഫിഗർ ആയിട്ടും നമ്മൾ കാണിക്കുന്നു. അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തിനാണ് നമ്മൾ കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? To make data simple and understandable, to ascertain the changes occurring year by year, to find out the strength and weakness of liquidity, solvency and profitability, to help the management in forecasting and planning. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡാറ്റാസ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ വർഷങ്ങളിലും വരുന്നത്, ഫിനാൻഷ്യൽ ഡാറ്റയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ലിക്വിഡിറ്റി പൊസിഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചും അത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അതാണ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി, അതറിയാനും സാധിക്കുന്നു. ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, അല്ലേ? അതുപോലെ തന്നെ കമ്പനിക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും പ്ലാനിങ്ങിനുമൊക്കെ സഹായിക്കുന്നുണ്ട് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്സ് എന്ന് പറഞ്ഞു, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സോ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഷോസ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ്. ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓണേഴ്സ് ഇക്വിറ്റി ഓഫ് എ ബിസിനസ് enterprise at the beginning and at the end of the accounting period, with the increase and decreases in the absolute data in terms of rupee and percentage. ഇവിടെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ്, ലയബിലിറ്റീസ്, അതേപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി, ഇതെല്ലാം ഒരു കമ്പനിയുടെ തുടക്കത്തിൽ, അതേപോലെ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ എൻഡിങ്ങിലും ഉള്ളത് കാണിക്കുന്നു. ദെൻ അതിൽ എന്താണ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നത്, ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും നമ്മൾ കാണിക്കുന്നു. ദെൻ അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നത് എന്നും അതിൻ്റെ പേഴ്സൻറ്റേജും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൽ. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ഫോർ 2 periods ആൻഡ് ദി എമൗണ്ട് ആസ് വെൽ ആസ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദം. അതുപോലെ തന്നെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ 2 വർഷത്തെ ഫിഗേഴ്സ് കാണിക്കുന്നു, അതായത് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും ഒരു ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ്. ദെൻ അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നതും അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കുന്നു. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ റിസൾട്ട്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് കമ്പനിയുടെ ഓപ്പറേഷൻ റിസൾട്ട്, അല്ലേ, ഒന്നിലധികം വർഷങ്ങളിലെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ട്രെൻഡ്സ്, സെയിലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കോസ്റ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ അറിയാനും, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും, എഫിഷ്യൻസി, പെർഫോമൻസ് ഒക്കെ അറിയാൻ സഹായിക്കുന്നു. കമ്പാരിസൺ ഈസി ആവുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ വീക്ക്നെസ്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതെല്ലാം അറിയാനും നമുക്ക് ഒരു കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ റിസൾട്ട് അറിയാനും, അതേപോലെ തന്നെ സെയിൽസ്, കോസ്റ്റ്, പ്രോഫിറ്റ്, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അറിയാനും, അതേപോലെ തന്നെ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാനും, സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കാനും സഹായിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, ലിമിറ്റേഷൻ ഓഫ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈസ് ലെവൽസ് ചേഞ്ചസ് റെഡ്യൂസ് ദ റിലയബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം പ്രൈസ് ലെവലിൽ ചേഞ്ച് വരാം, അല്ലേ? പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ എന്തിലും വ്യത്യാസം വരും? ഈ പറയുന്ന കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ റിലയബിലിറ്റി, അതിൻ്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ സിറ്റുവേഷൻ ആവില്ല ഈ വർഷം, അല്ലേ? അപ്പോൾ നമ്മൾ 2 വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ വേറെ ചില ഫാക്ടേഴ്സ് കൂടി കമ്പാരിസൺ നടത്തണം.
Then if the basic accounting principles are changed, comparative financial statement will lose their validity. നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ എന്ത് മാറ്റം വന്നാലും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബാധിക്കുന്നു. ദെൻ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കമ്പാരിസൺ നടത്തുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ല ഈ വർഷം ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ കൊണ്ടൊരു കാര്യമില്ല, മീനിങ്ലെസ് ആണ്. നെക്സ്റ്റ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രൊഡക്ട്സ്, മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എക്സെട്ര മേ ബി ഡിഫറെൻറ്റ് ഫ്രം പീരിയഡ് ടു പീരിയഡ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആവില്ല ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി അല്ലെങ്കിൽ പ്രോസസ്സിങ് മെത്തേഡ് ആവില്ല ഈ വർഷം. സോ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അതൊന്നും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ഫുള്ളായിട്ട് മീനിങ് ഫുൾ അല്ല. So these are the limitations of comparative financial statement. Okay, so this is very simple topic. Next we have to study the problems relating to comparative financial statements.